ആമീസ് വേൾഡ് 2025 വീണ്ടും ഏവർക്കും സ്വാഗതം. എന്നെ കണ്ട എല്ലാ വ്യൂവേഴ്സും എനിക്ക് ധാരാളം മെസ്സേജുകളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുന്നു. ഏവർക്കും നന്ദി. ഭർത്താവിന് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടായാൽ എന്ത് ചെയ്യണം? ആ വിഷയമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ വിശദീകരിക്കുന്നത്. മുൻപും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, കോടതിയിൽ തെളിവുകൾക്കാണ് പ്രാധാന്യം. അതുകൊണ്ട് ഒന്നാമതായി തെളിവുകൾ ശേഖരിക്കുക. മെസ്സേജുകൾ, വാട്സപ്പ് ചാറ്റുകൾ, ഗിഫ്റ്റ് മുതലായ വാങ്ങിച്ചിട്ടുള്ള ബില്ലുകൾ, ഹോട്ടൽ താമസം, യാത്ര എന്നിവയുടെ ബില്ലുകൾ ശേഖരിക്കുക. ഇവയെല്ലാം നമുക്ക് പിന്നീട് ആവശ്യം വരും. തുടർന്ന് നമുക്ക് വിവാഹമോചനത്തിന് വേണ്ടി കോടതിയെ സമീപിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ മെയിൻ്റനൻസിനും അല്ലെങ്കിൽ പെർമനന്റ് അലിമണിക്കും കേസ് കൊടുക്കാവുന്നതാണ്. കൂടാതെ ഡൊമസ്റ്റിക് വയലൻസിന് കേസ് കൊടുക്കാം. മാനസിക ശാരീരിക പീഡനത്തിനാണ് ഡൊമസ്റ്റിക് വയലൻസിൽ കേസ് കൊടുക്കുന്നത്. ഇത് മുൻപുള്ള ഒരു എപ്പിസോഡിൽ ഞാൻ വിശദീകരിച്ചിട്ടുള്ളതാണ്. കൂടാതെ ബാങ്ക് അക്കൗണ്ട്, പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് എന്നിവയുടെ ഒരു കോപ്പി കൈവശം വെക്കണം. പിന്നെ ജോയിന്റ് പ്രോപ്പർട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഭർത്താവ് പേരിൽ നിന്ന് മാറ്റുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇനി കുട്ടികളുടെ കസ്റ്റഡി ഭർത്താവിൻ്റെ റിലേഷൻ മൊറാലിറ്റി പോയിന്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതും കോടതിയെ നമുക്ക് സമീപിക്കാവുന്നതാണ്. ഇനി മറ്റൊരു പ്രധാന കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, കൗൺസിലിംഗ്, മീഡിയേഷൻ തുടങ്ങിയവയിലൂടെ കേസുകൾ കോംപ്രമൈസ് ചെയ്യുവാൻ ശ്രമിക്കേണ്ടതാണ്. വേറൊരു പ്രധാന കാര്യം, ഓരോ കേസിനും വ്യത്യസ്തങ്ങളായ രീതികളാണുള്ളത്, വ്യത്യസ്തങ്ങളായ സൊല്യൂഷൻസ് ആണുള്ളത്. ഞാൻ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു എന്നേ ഉള്ളൂ. തുടർന്നും ആമീസ് വേൾഡ് വാച്ച് ചെയ്യുക. വിജ്ഞാനത്തിനും വിനോദത്തിനും ആമീസ് വേൾഡ്.